നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചയിൽ കഴിഞ്ഞ നാളുകളിൽ നിറഞ്ഞു നിന്ന സുധാകരൻ്റെ മാടമ്പി സ്വഭാവം CPM-ൽ വലിയ തോതിൽ വിമർശനം കേട്ടു. CPM-ലിരിക്കുമ്പം മാധ്യമങ്ങളും പ്രതിപക്ഷവും കടുത്ത നിലയിൽ വിമർശിച്ചു. എന്നാൽ സുധാകരൻ അതിൻ്റെ തുടർച്ചയായി പാർട്ടി വിട്ടു. ഒടുവിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച് MLA ആയി ഇരിക്കുന്നു. എന്നാൽ സുധാകരൻ തൻ്റെ തനി സ്വഭാവം കൈവിടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടു. കുട്ടനാട് MLA റെജി ചെറിയാനെതിരെ അദ്ദേഹം ആക്ഷേപ ശരങ്ങളുതിർക്കുന്നത് നമ്മൾ കണ്ടു. റെജി ചെറിയാൻ പക്ഷേ CPM-ലെ ആളുകളെ പോലെ കേട്ടിരുന്നില്ല, തിരിച്ചടിച്ചു. അതൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സുധാകരൻ്റെ ഈ തിരിച്ചറിവിനുള്ളൊരു സാഹചര്യം രൂപപ്പെട്ട അവസ്ഥ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതെന്ത് ആണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. കുട്ടനാട് MLA റെജി ചെറിയാൻ, കോൺഗ്രസിൻ്റെ റെജി ചെറിയാൻ തോട്ടപ്പള്ളി പുഴി സന്ദർശിച്ചതാണ് എല്ലാത്തിൻ്റെയും കാരണം. ഇതിൻ്റെ തുടർച്ചയായിട്ട് സുധാകരൻ രോഷാകുലനായി രംഗത്തെത്തി പ്രതികരിച്ചു. പൊതുവേദിയിൽ വെച്ച് കള്ളുകൂടിയൻ, പണക്കാരൻ, അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് റെജി ചെറിയാൻ്റെ MLA-യുടെ പണി കളയും ഞാൻ എന്ന് പറഞ്ഞു. നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കും നിങ്ങളെ പണികളെയും എന്ന് പറയുന്ന അതേ സമീപനം CPM-ൽ സജി ചെറിയാൻ മുതൽ H സലാം വരെയുള്ളവർ നേരിട്ട അതേ സമീപനം, പഴയകാല സമീപനം തന്നെ പുറത്തെടുത്തു. സുധാകരൻ പറഞ്ഞ വാക്ക് ഇതാണ്. കുട്ടനാട്ടിലെ MLA ഇവിടെ വന്ന് പരിശോധിക്കുകയാണ്. ഞാനറിയാം, ഞാനിവിടെ 20 വർഷം MLA ആണ്. എനിക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലവും അറിയാം. ഈ കുട്ടനാട് MLA-ക്ക് ആദ്യമായിട്ട് MLA ആണ് അവിടെ വെള്ളം അടിക്കാൻ പോകുന്ന ഏതൊക്കെ മണ്ഡലത്തിലൊക്കെ എനിക്ക് അറിഞ്ഞിട്ടേ ഞാൻ അതിന്റെ പേര് പറയാം. ഞാൻ പോയിട്ട് രായ കുടിക്കാൻ ഞാൻ പോയിട്ട്, പക്ഷെ ഇതൊക്കെ അഹങ്കാരമാണ്. അഹങ്കാരം സാധാരണ MLA ആണെങ്കിൽ ചെയ്യത്തില്ല. സമ്പത്ത് അതൊന്നും അമ്പലത്തിലൊക്കെ വേണ്ട. അതൊന്നും അങ്ങനെ എന്തായാലും സുധാകരൻ CPM-ൽ ഉണ്ടായിരുന്ന കാലത്തെ പോലത്തെ സാഹചര്യമല്ല UDF-ൽ. അവിടെ ആരും ആരെയും എങ്ങനെയും കൈകാര്യം ചെയ്യുന്ന ഒരു സ്പേസാണ്. ഒരു ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പൊതുവെ മാധ്യമങ്ങൾ വിളിക്കുന്നതൊക്കെ അങ്ങനെയുള്ളൊരു പ്രസ്താവനകളുടെയും തിരിച്ച് ഉള്ള പ്രസ്താവനകളുടെയും ഒക്കെ സാഹചര്യം ആയതുകൊണ്ട് കൂടിയാണല്ലോ. എന്തായാലും റെജി ചെറിയാൻ അങ്ങനെ ഒരു നേതാവ് മാത്രമല്ല, റെജി ചെറിയാൻ അതിനെയൊന്നും കണ്ട് പേടിക്കുന്ന ആളുമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. എന്തിനാണ് റെജി ചെറിയാൻ കുട്ടനാട്ടിൽ പോയത്? തോട്ടപ്പള്ളി പൊഴി തുറന്നു കിടക്കുകയാണോ? മഴക്കാലം വരികയാണ്, അപ്പോൾ ആ നാട്ടിൽ വെള്ളം കയറുമോ? പണ്ടൊക്കെ പൊഴി തുറക്കുമ്പം ഉടനെ മണൽ മാഫിയ പൈസ കൊടുക്കുകയാണ്, സർക്കാർ കോടികൾ കൊള്ള നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ പോലെ അല്ല. റെജി ചെറിയാൻ നാട്ടുകാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ പോയതാണ്. കുട്ടനാട് MLA എന്ന നിലയിൽ റെജി ചെറിയാൻ അത് അറിയാനുള്ള അവകാശമുണ്ട്. കാരണം അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ആളുകളാണ്. ഈ പറഞ്ഞ മഹാൻ മന്ത്രിയായിട്ടിരിക്കുന്ന കാലത്തും അവിടെ നിന്ന് മണ്ണ് കൊണ്ടിട്ടുണ്ട്. ആ കാലത്തെങ്ങും ഈ ഒരു സമയത്ത് സമയബന്ധിതമായിട്ട് ആ പൊഴി മുറിച്ചിട്ടില്ല. എൻ്റെ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ്, ഇത് എൻ്റെ രാജ്യമാണ്, ഞാൻ രാജാവ് എന്നുള്ളതല്ല, എന്നോട് ചോദിക്കാൻ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാണ് സുധാകരൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ റെജി ചെറിയാൻ അതൊന്നും കേട്ട് മിണ്ടാതിരിക്കുന്ന, അടിയൻ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന, കൈകെട്ടി വാപത്തി നിൽക്കുന്ന ആളല്ല എന്ന് റെജി ചെറിയാൻ പ്രഖ്യാപിച്ചു. എൻ്റെയോ ഞങ്ങളുടെ ആരുടെയെങ്കിലും MLA-മാരുടെയോ രാജാവാൻ ആരും ശ്രമിക്കണ്ട, അതിന് സമ്മതിക്കത്തില്ല, അതിന് നിന്ന് കൊടുക്കുകയില്ല. പറഞ്ഞാൽ പ്രായവും സ്നേഹവും എല്ലാം വെച്ചുകൊണ്ട് എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വ്യക്തിപരമായി റെജി ചെറിയാനെ ആക്ഷേപിച്ച സമീപനം ഒരുപക്ഷെ സുധാകരൻ നേരത്തെയും പലർക്കെതിരെയും ഉന്നയിച്ചതും വിമർശനം നേരിട്ടതും ഒക്കെയാണ്. അന്ന് CPM-ലായതുകൊണ്ട് പക്ഷേ മാധ്യമങ്ങൾ അദ്ദേഹത്തിനൊപ്പമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പ്രതിഭ മുതൽ സ്ത്രീകളായ നേതാക്കൾ മുതൽ ഇങ്ങോട്ട് അധിക്ഷേപത്തിൻ്റെ അങ്ങേയറ്റം സ്വകാര്യ സംഭാഷണങ്ങൾ മാത്രമല്ല പരസ്യമായി തന്നെ നടത്തിയ മുൻകാല ചരിത്രം സുധാകരൻ്റെ മുമ്പിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ 3 പ്രാവശ്യം ഇരട്ടിയായിട്ട് ഞാൻ പറയും. ആരെയാണേലും ഞാൻ ആർക്കൊന്നും കൊടുക്കാനോ മേടിക്കാനോ ഞാൻ ആരുടെയും ചെലവിലോ അല്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കള്ള് കുടിക്കാൻ വന്നിട്ടുണ്ടെന്ന് പുള്ളിക്ക് അറിയാമെങ്കിൽ അതിന്റെ പ്രയോജനവും ഉണ്ടാക്കിയിട്ടുള്ള പുള്ളി അപ്പുറത്ത് നിന്നപ്പോഴല്ലേ, പുള്ളി ഇടതുപക്ഷ പ്രധാനം നിന്നപ്പോഴല്ലേ, ആരെങ്കിലും വന്ന് ഉണ്ടെങ്കിൽ പുള്ളി അതിന് ആ പ്രയോജനം ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഷാനിമോൾ ഉസ്മാനെ പൂതന എന്ന് വിളിച്ചതടക്കമുള്ള സാഹചര്യം അന്ന് CPM-ലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട്. എന്നാൽ ഇപ്പോൾ സുധാകരന് പക്ഷേ ചെറിയൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. റെജി ചെറിയാൻ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തുവെങ്കിലും മാധ്യമങ്ങളും മറ്റ് കോൺഗ്രസ് നേതൃത്വവും ഒക്കെ സുധാകരനെ തലോടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ട്. എങ്കിൽ പോലും റെജി ചെറിയാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 4-5 തവണ MLA ആയും മന്ത്രിയായും ഒക്കെ ഇരുന്ന് സർക്കാരിൻ്റെ ഒരു പെൻഷനല്ല, ഒന്നിലധികം പെൻഷൻ വാങ്ങുന്ന ഒരാൾ സുധാകരൻ, അതിൻ്റെ സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആൾ എനിക്കെതിരെ വരണ്ടെന്നാണ് റെജി ചെറിയാൻ പറയുന്നത്. എൻ്റെ പ്രസ്ഥാനം ഞാൻ 47 മുതൽ 50 ഡിഗ്രി ചൂടി ജോലി ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ്. ഞാനല്ലാതെ ഇവരുടെ ഒന്നും കൂട്ട കാലങ്ങളായിട്ട് അധികാരം പങ്കിട്ട് പെൻഷനും മേടിച്ച്
4ഉം 5ഉം പെൻഷൻ മേടിച്ച് അത് ചെലവാക്കി നടക്കുന്ന ആളല്ല. ആക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ ജി സുധാകരൻ പറഞ്ഞത് പല പാർട്ടി മാറി വന്ന ആളാണെന്നാണ്. ഇപ്പൊ സുധാകരനോ? ഞാൻ 4 പാർട്ടി മാറി വന്നെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒരു പാർട്ടി രണ്ടാമത്തേലേ വന്നുള്ളൂ. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റ നല്ല വൃത്തിയായിട്ട് നിൽക്കാനുള്ള കഴിവ് ഞാൻ സമ്പാദിച്ച് നിന്നതിന് ശേഷമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. ഞാൻ ഒരു പാർട്ടി മാറിയുള്ളൂ. ജീവിതകാലം മൊത്തം നിന്ന് എല്ലാ സംരക്ഷണവും കൊടുത്തവരെ വിട്ടേച്ച് വന്നതിന് കുഴപ്പമൊന്നുമില്ലേ? അതിന് കുഴപ്പമൊന്നുമില്ലേ? അപ്പം വെറുതെ പറയിപ്പിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, വ്യക്തിഹത്യ ചെയ്താൽ മറുപടി പറഞ്ഞിരിക്കും ഇത് CPM ഇല്ല. അവിടെ കുറേ ആളുകൾ ഈ സുധാകരൻ്റെ ഈ ഇമാതിരി പരിപാടികൾക്ക് രാജഭരണ രീതിക്ക് കൈകെട്ടി വാപത്തി നിൽക്കുന്ന ആളുണ്ടാവും. UDF-ൽ അങ്ങനെയല്ല. ഇപ്പോഴും UDF-ലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് റിയലൈസ് ചെയ്യണം. അല്ലാതെ അവിടുത്തെ രാജാവായിരുന്നു എന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് കളി കളിക്കണ്ട. അധികായർ പോലും സുധാകരനെതിരെ പറയാൻ മടിച്ചിരുന്ന CPM അല്ല ഇവിടെ എന്നാണ് റിജി ചെറിയാൻ പറയുന്നത്. വ്യക്തിഹത്യ ചെയ്യുന്നത് നോക്കിക്കണ്ട് ചെയ്താൽ കൊള്ളാം. പിന്നെ ഇത് UDF ആണ്, ഇത് ജനാധിപത്യ പാർട്ടിയാണ്. ഇവിടെ ഇത് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റർ പാർട്ടിയല്ല, ഇത് UDF ആണ്. മറുപടി പറഞ്ഞിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് കാശുണ്ടാക്കി എന്നാണ്. കാശുണ്ടാക്കി എന്നത് സുധാകരൻ പൊതുവെ പറഞ്ഞ് ഫലിപ്പിക്കുക, അത് കള്ളത്തരം ചെയ്തുണ്ടാക്കി എന്നുള്ള ആംഗിളിലാണ്. പിന്നെ കള്ള് കുടിച്ച് മയക്കുമരുന്ന് അടിച്ച് കഞ്ചാവ് വിമർശനം ഉന്നയിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണ് മൂപ്പര് കൈകാര്യം ചെയ്യുക. എന്തായാലും റിജി ചെറിയാൻ അതൊന്നും കേട്ട് മിണ്ടാതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അതിനപ്പുറം ഞാൻ പറയുമെന്നേ പറഞ്ഞുള്ളൂ. 3 ഇരട്ടിയായിട്ട് പറയും. ആരുടെയും പുസ്തകം തുറക്കരുത്. രജിസ്റ്ററിന്റെ തുറക്കാൻ ഒന്നുമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കി, എന്റെ എന്തോ തുറക്കാനാ? ഒന്നും തുറക്കാനില്ല. മാത്രമല്ല, UDF-ന്റെ വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ട് സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്ന മറ്റൊരു പ്രധാന ചോദ്യത്തിന് സുധാകരൻ ഉത്തരം പറയേണ്ടി വരും. പുള്ളി ഇപ്പോഴും റിയലൈസ് ചെയ്തിട്ടില്ല UDF-ലാണെന്നുള്ളത്. പുള്ളി ഇപ്പോഴും ചിന്തിച്ചേക്കുന്നത് പുള്ളി ഇപ്പോഴും CPM-ലാണ്, അപ്പുറത്താണ്, ഇടതുപക്ഷത്താണ്. കാരണം അവിടെ പുള്ളി രാജാവായിരുന്നു. കാരണം നമുക്കറിയാം, അധികായകരായ എല്ലാവരും പുള്ളിയോടൊന്നും പറയില്ലായിരുന്നു. പക്ഷെ ആ കാലമൊക്കെ പോയി, ആ കാലമെല്ലാം പോയി. അതൊന്നും പറ്റില്ല. മാത്രമല്ല, ജി സുധാകരൻ്റെ തുല്യ നിലയിലുള്ള പാർലമെന്ററി രംഗത്ത് അതേ സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് എതിരെ ഒരു രാജാവിനെ പോലെ പെരുമാറുന്നത് എന്നോട് ചോദിച്ചിട്ട് വരണം എന്നൊക്കെ പറയുന്നതിൻ്റെ സാങ്കത്യം വസ്തുതാപരമായി ചോദ്യം ചെയ്യപ്പെട്ടു. ഒടുവിൽ സുധാകരന് കാര്യം പിടികിട്ടി. ഇത് അവിടുത്തെ പോലെയല്ല, CPM-ലെ പോലെയല്ല, അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയല്ല, ഇവിടെ എനിക്ക് തിരിച്ചടി കിട്ടുമെന്ന് മനസ്സിലായി. സുധാകരൻ ഉൾട്ടയടിച്ച് അദ്ദേഹത്തിനെതിരെ കംപ്ലൈൻറ്റും ഇല്ല, ഞാൻ അതൊന്നും പറയുന്നില്ല, ഞാനിവിടെ എങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ എന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറിച്ചിട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ലേലു അല്ലു പറയുന്ന ഒരു കാഴ്ച കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും ആക്ഷേപിച്ചില്ല. ഒരു MLA-യുടെ പ്രിവിലേജ് എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ആ പ്രിവിലേജ് ലംഘിച്ചു. എനിക്ക് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കാം, ഞാൻ കൊടുത്തില്ല. അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം പറയുകയും ചെയ്തു. എനിക്ക് ഒന്നും പറയാനില്ല. ജി സുധാകരന് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.